ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയും അതുപോലെ ശീതളും എല്ലാവരും നോക്കി നിൽക്കുകയാണ് സരസ്വതി അമ്മ പൂജയെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അമ്മേ വിടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധു അടക്കം അതുപോലെ വിടച്ചമ്മയെന്ന് പൂജ അടക്കം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ സരസ്വതി അമ്മ അതൊന്നും കേൾക്കാതെ പൂജയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക ചെയ്തത്. ഈ നേരത്താണ് അനിരുദ്ധും അനന്യയും തമ്മിൽ വേർപിരിയുന്നതിനെ പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ പ്രേമയും അതുപോലെ വിശ്വനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നത്. അത്രയും വിഷമിച്ച് ആ ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന അനന്യയുടെ ആ ഒരു ലെവലൊന്നും അല്ല അവിടെ നമ്മുടെ പ്രേമ നോക്കുന്നത്. പ്രേമയാണെന്നുണ്ടെങ്കിൽ തട്ടിക്കയറി തന്നെ സംസാരിക്കുക, അവരെ തമ്മിൽ ഒന്നിപ്പിക്കില്ല, അവർ തമ്മിൽ പിരിയുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഇതിൽ. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വൻ അത് നീയാണോ തീരുമാനിക്കുന്നത്, നമ്മളിത് വഷളാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ? തൻ്റെ മകൾക്ക് ഇനി അനിരുദ്ധിനെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ പ്രേമ നിൽക്കുക. അപ്പൊ അതൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളിനി മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അനിരുദ്ധാണ്, അല്ലാതെ നിങ്ങളല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ മോളെ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് പ്രേമ ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒന്ന് വെറുതെ വിട്, എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവരോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് നമ്മുടെ അനന്യ. കാരണം അനന്യ സഖി കെട്ടുമെന്ന് തന്നെ പറയാം. ഒരു രീതിയിലും അനന്യയെ ജീവിക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. അനന്യയാണെന്നുണ്ടെങ്കിൽ ആകെ സമാധാനം കെട്ടിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരിക്കണ അനന്യയുടെ ആ ഒരു സംസാരം കഴിഞ്ഞ് അനന്യ അങ്ങ് കയറിപ്പോയി. അനന്യ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് നിനക്കിപ്പോൾ സമാധാനം ആയോ എന്ന് ചോദിക്കുവാണ് ഈ പറയണ വിശ്വൻ പ്രേമയോട്. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഫലം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് പറയുന്നു. ഈ സമയത്താണ് വീട്ടില് നമ്മുടെ പൂജയെ പിടിച്ചു വലിച്ചു ഉമ്മറത്ത് കൊണ്ടുവന്ന് തള്ളുന്നത് ഈ സരസ്വതി അമ്മ. അപ്പോഴത്തേക്ക് സുമിത്രയൊക്കെ വന്നു. അപ്പൊ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ പൂജ. അപ്പൊ ഇവരെല്ലാവരും ഓടി വന്നു. ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന്, ഈ വീട്ടിൽ നീ ഇവിടുത്തെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴേക്കും അമ്മേ പൂജമോളുടെ കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞുകൊണ്ടാണ് സുമിത്ര വന്നത്. അപ്പൊ സുമിത്ര വന്നപ്പോഴത്തേക്കും പൂജ ഇങ്ങനെ സുമിത്രയെ തന്നെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുക. അങ്ങനെ സുമിത്രയെ വളരെ ദയനീയമായിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് നീ എന്തിനാ ഇവളെ ഇങ്ങനെ പിന്താങ്ങുന്നത്? ഇവൾ ഈ കുടുംബത്തെ ആരുമല്ല, ഇവള് പറഞ്ഞത് എന്താണെന്ന് അറിയോ, അവള് ചെയ്തത് എന്താണെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പൂജ പറഞ്ഞു, അമ്മേ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ സിദ്ധുവങ്ങളുമായിട്ട് സംസാരിക്കുകയായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് സിദ്ധാർത്ഥനോട് സംസാരിച്ചതിന് അമ്മയ്ക്ക് എന്താ എത്ര ഇതെന്ന് ഇങ്ങനെ ചോദിച്ചു. എടി ഈ കുടുംബത്തിലെ ആരുമല്ലാത്ത നീ എന്തിനാ എൻ്റെ മോനോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതെന്ന് സുമിത്രയുടെ കേൾക്കെ ഈ സരസ്വതി അമ്മ പറയുമ്പോൾ നമ്മുടെ സുമിത്ര ചോദിച്ചു, എൻ്റെ മോൾ ഇവിടുത്തെ ആരുമല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. എൻ്റെ എല്ലാമാണിവൾ, അവളില്ലെങ്കിൽ ഈ സുമിത്ര ഇല്ല. എൻ്റെ മോള് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരും ഉള്ളൂ, ഞാൻ പ്രസവിച്ച എൻ്റെ മക്കള് പോലും എൻ്റെ പൂജമോള് കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയും. അപ്പൊ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ ആകെ അന്താളിച്ച് നിൽക്കും കേട്ടോ. അതൊക്കെ ചുമ്മാ വാക്കാലെ പറയാൻ കൊള്ളാം സുമിത്രേ. ഒരിക്കലും നിന്റെ മക്കൾക്കപ്പുറം നീ പൂജയെ സ്നേഹിക്കില്ല, സ്നേഹിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഇതിലിങ്ങനെ പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പൂജ ഇങ്ങനെ തകർന്നു നിൽക്കുക കേട്ടോ. അപ്പൊ പൂജയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരും ഏതും ഇല്ല എന്നുള്ള ഒരു ഇതിലാണ് സുമിത്ര പൂജയെ സ്നേഹിക്കുന്നത്. വെറും എന്താ പറയുന്നത്, സുമിത്രയ്ക്ക് നിന്നോടുള്ളത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല, വെറും ഒരു അനുകമ്പ മാത്രമാണ്, അതിന്റെ പേരിലാണ് സുമിത്ര നിന്നെ താങ്ങുന്നത് എന്നൊക്കെ ഈ സരസ്വതിയമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഒരക്ഷരം നിങ്ങൾ മിണ്ടി പോകരുതെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ സരസ്വതിയോട് ദേഷ്യപ്പെടുക. നിങ്ങളാണോ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ മകളെ അപമാനിക്കാൻ നിങ്ങൾക്ക് ആർക്കും ഞാൻ ഒരവകാശവും തന്നിട്ടില്ല. എൻ്റെ പൂജമോളെ അപമാനിച്ചാൽ ആ അപമാനിക്കുന്നവരാരും ഈ വീട്ടിൽ ഉണ്ടാവില്ലെന്നുള്ള കാര്യങ്ങളും സുമിത്ര പറയാം. അങ്ങനെ അതെല്ലാം പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോള് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പൂജയെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ പൂജയ്ക്ക് അതിൽ നിന്നൊന്നും സമാധാനം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. പാവം അതുപോലെ തകർന്നു പോയിട്ടോ. അപ്പൊ ഈ വീട്ടിലെ ആരുമല്ല, സുമിത്രയുടെ ആരുമല്ല നീ, സുമിത്ര വെറുതെ നിന്നെ ഇതാക്കാൻ വേണ്ടി പറയുന്നതാ, സുമിത്രയുടെ മനസ്സിൽ നിനക്ക് സ്ഥാനമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സരസ്വതിയമ്മ ഇങ്ങനെ പറയുന്നു. അപ്പൊ സരസ്വതിയമ്മ ഇതൊക്കെ പറയുന്നത് കേൾക്കും തോറും പൂജയുടെ ഉള്ളിൽ ആ ഒരു വിങ്ങൽ അല്ലെങ്കിൽ ആ ഒരു വിഷമം കൂടിക്കൂടി വരും. എന്നിട്ട് പിന്നെ പൂജ അവിടെ നിന്നില്ല. എൻ്റെ കുഞ്ഞിന് വേദനിപ്പിക്കുന്നവരാരും ഈ കുടുംബത്ത് വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മുടെ സരസ്വതിയമ്മ വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ സിദ്ധു വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ, അമ്മ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞത് ആവശ്യമുള്ള കാര്യങ്ങളാണോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ എന്ന് ഇപ്പോഴല്ല, പിന്നീട് നിനക്ക് മനസ്സിലായിക്കോളും. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഫലം കണ്ടോളും എന്നിങ്ങനെ പറഞ്ഞു സിദ്ധുവിനോട് സരസ്വതിയമ്മ. കാര്യം അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിനക്കും സുമിത്രയ്ക്കും തമ്മിൽ ഒന്നിക്കാൻ
പറ്റില്ലെന്നും അത് വളരെ പ്രയാസമായിരിക്കുമെന്നും അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നിനക്കും സുമിത്രയ്ക്കും ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ, അത് അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ സരസ്വതി അമ്മ സിദ്ധുവിനോട് പറയണു. അപ്പൊ സിദ്ധു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണോ എന്നൊരു നിമിഷത്തേക്ക് ഇങ്ങനെ നിന്ന് ആലോചിക്കുക. കാരണം ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ പൂജ അവിടെ ഉണ്ടെങ്കിൽ എനിക്കിനി സുമിത്രയെ കിട്ടിയില്ലെങ്കിലും, അപ്പൊ അതുകൊണ്ട് തന്നെ സിദ്ധു ഒരു സ്വാർത്ഥ ചിന്തയിലേക്ക് പോണു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ സരസ്വതി അമ്മ അവിടുന്ന് പോയി. സിദ്ധു ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആകെ വിഷമിച്ച് നമ്മുടെ പൂജ പുറത്തേക്ക് പോരുമായിരുന്നു. പുറത്തേക്ക് പോകുന്ന സമയത്ത് പൂജ പങ്കജിനെ വിളിച്ചു. ഇപ്പൊ വന്നിട്ടും പോയിട്ടും ഏക ആശ്വാസം എന്നുള്ളത് പങ്കജ് മാത്രമാണ്, അതുപോലെ തന്നെ രഞ്ജിതയും. പങ്കജിനെ വിളിച്ച് പങ്കജ് വന്നു. പങ്കജിനോട് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പൂജ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മ പറഞ്ഞത് 100% ശരിയാണെന്ന് പങ്കജും പൂജയോട് പറയാണ്. സുമിത്ര ആന്റി ഒരിക്കലും നിന്നെ സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കില്ലെന്നും എന്നായാലും നീ വീടിന് പുറത്തു പോകുമെന്നും പൂജയോട് പറയാം. അപ്പൊ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എൻ്റെ അമ്മ ഒരിക്കലും എന്നെ പുറന്തള്ളില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ അവർ വെറുതെ പറഞ്ഞതാണ് പൂജയെ. ഒരിക്കലും ജന്മം കൊടുത്ത മക്കൾക്കപ്പുറം അവർക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയോ? അവരൊരിക്കലും അങ്ങനെ സ്നേഹിക്കില്ല, അവർക്കൊരിക്കലും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പങ്കജ് പറയുന്നു. നീ എന്നും ആ വീട്ടിലൊരു അന്യയാണ്, നീ എന്നും ആ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും 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 പൂജയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തിവെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരിക്കലും സുമിത്ര നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല, സുമിത്രയുടെ മനസ്സിൽ നിനക്ക് സ്ഥാനമില്ലെന്ന് തന്നെയാണ് പങ്കജ് പറഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാം ഇങ്ങനെ തലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ പൂജയെ ദ്രോഹിച്ചവരെ എല്ലാവരെയും വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കാനുള്ള എല്ലാ ഇതും നമ്മുടെ സുമിത്ര അവിടെ നടത്തുമ്പോൾ സുമിത്രയെയും പൂജയെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് പങ്കജ് അവിടെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വീട്ടിലേക്ക് നമ്മുടെ സ്വരമോൾ ആദ്യം ഓടിക്കേറി വന്നു. സ്വരമോൾ കയറി വന്നപ്പോൾ സരസ്വതി അമ്മ അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും സരസ്വതി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി ഇത് അനിരുദ്ധിന്റെ കുഞ്ഞാണെന്ന്. വേഗം തന്നെ സരസ്വതി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കെട്ടിപ്പിടുത്തവും വർത്തമാനവും കാര്യങ്ങളും ഒക്കെ. ആ സമയത്ത് എവിടെ എൻ്റെ അച്ഛമ്മയെ എനിക്ക് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിങ്ങനെ നിൽക്കുക. പിന്നെ എല്ലാവരും വന്നു കേട്ടോ. അപ്പോഴേക്കും അനിരുദ്ധം കയറി വന്നു. ഇവർ ഈ കൊച്ചുമായിട്ടുള്ള സ്നേഹവും വർത്താനവും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ സുമിത്ര അകത്തുനിന്ന് വരുന്നത്. സുമിത്ര അകത്തുനിന്ന് വന്നപ്പോൾ ഈ കുഞ്ഞും അനിരുദ്ധമൊക്കെ അവിടെ നിൽക്കുന്നു. മോളെ എന്നും പറഞ്ഞ് വിളിച്ചു. കുഞ്ഞന്നേരം ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നിൽക്കുന്നു തൻ്റെ ടീച്ചറമ്മയെ കണ്ടപ്പോൾ ടീച്ചറമ്മേന്ന് വിളിച്ചുകൊണ്ട് ഈ കുഞ്ഞു ഓടി സുമിത്രയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ സ്വരമോളേന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര കൊച്ചിനെയും വിളിച്ചു. അങ്ങനെ സുമിത്ര കൊച്ചിനെ എടുത്ത് എളിയിൽ വെച്ചിരിക്കാം. അപ്പോഴാണ് ഇവർ തമ്മിൽ മുൻപരിചയം ഉണ്ടെന്നുള്ള കാര്യം ഇവരെല്ലാവരും അറിയുന്നത്. തൻ്റെ ടീച്ചറമ്മ സുമിത്രയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞു. പക്ഷെ പൂജ എവിടെയാണെന്നോ പൂജ ഏത് സാഹചര്യത്തിലാണെന്നൊന്നും സുമിത്ര പോലും തിരക്കുന്നില്ല. അപ്പൊ പങ്കജാണെന്നുണ്ടെങ്കിൽ പൂജയോട് പറയുന്നുണ്ട്, ഇനി നീ അങ്ങോട്ട് പോകണ്ട, ഇനി നീ അങ്ങോട്ട് പോയാലും നിനക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.